നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. A-ലെവൽ പരീക്ഷാ ചോദ്യപേപ്പർ ഓൺലൈനിൽ ചോർന്നു. UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പരീക്ഷകൾ റദ്ദാക്കി. UK ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നടന്നുപോകുന്ന കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ A-ലെവൽ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ഓൺലൈനിലൂടെ ചോർന്നതിനെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കി. കഴിഞ്ഞയാഴ്ച നടന്ന ഫിസിക്സ് പരീക്ഷയുടെയും ഈ മാസം ആദ്യം നടന്ന മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷകളുടെയും ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. ഇതേ തുടർന്ന് പരീക്ഷാ ബോർഡ് ഈ പേപ്പറുകൾ അസാധുവാക്കുകയും ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി അടിയന്തര ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. പരീക്ഷ എഴുതിയ ബഹുഭൂരിപക്ഷം വരുന്ന മിടുക്കരായ വിദ്യാർത്ഥികളോട് നീതി പുലർത്താനാണ് ഈ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയാണ് പ്രധാനമായും ബാധിച്ചിട്ടുള്ളതെങ്കിലും UK-യിലെ ചില പ്രമുഖ ഇൻഡിപെൻഡന്റ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സിലെ മറ്റു ഭാഗങ്ങളിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന അസിസ്റ്റ് മാർക്കുകൾ നൽകാനാണ് പരീക്ഷാ ബോർഡിൻ്റെ തീരുമാനം. വരാനിരിക്കുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ മുൻകരുതലായി മാറ്റിയിട്ടുണ്ടെങ്കിലും പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന തീയതികളിൽ മാറ്റമുണ്ടാകില്ല. ഇത് വിദ്യാർത്ഥികളുടെ സർവകലാശാല പ്രവേശനത്തെ ബാധിക്കില്ലെന്ന് ബോർഡ് ഉറപ്പു നൽകി. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ ചോദ്യപേപ്പറുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. മിൽട്ടൺ കെയ്ൻസിൽ മലയാളി ഡോക്ടർ അച്ചാമ്മ ജോൺ കൊല്ലപ്പെട്ട നിലയിൽ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. UK-യിലെ മിൽട്ടൺ കെയ്ൻസിൽ പ്രമുഖ മലയാളി ഡോക്ടറായ അച്ചാമ്മ ജോൺ ദാരുണമായി കൊല്ലപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുൻ വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ അച്ചാമ്മ UK-യിൽ സ്കിൻ ക്യാൻസർ മേഖലയിൽ ഹിസ്റ്റോപാത്തോളജിസ്റ്റായി ഏറെ തിളങ്ങിയ വ്യക്തിയായിരുന്നു. മിൽട്ടൺ കെയ്ൻസിലെ വൂൾവർട്ടൺ മിൽ പ്രദേശത്തെ ഈസ്മൂർ ഡ്രൈവിലുള്ള ഇവരുടെ വസതിയിൽ ഞായറാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് സംഭവം നടന്നത്. അടിയന്തര സഹായം തേടിയുള്ള സന്ദേശത്തെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. NHS-ലെ പ്രിയപ്പെട്ട ഡോക്ടറുടെ അപ്രതീക്ഷിത മരണം സഹപ്രവർത്തകരെയും മലയാളി സമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. മിൽട്ടൺ കെയ്ൻസിലെ മലയാളി സമൂഹവുമായി ഇവർക്ക് വലിയ സൗഹൃദങ്ങൾ ഇല്ലായിരുന്നുവെങ്കിലും പ്രദേശത്തെ ഒരു ചർച്ചിലെ സജീവ അംഗങ്ങളായിരുന്നു ഈ ദമ്പതികൾ. നിലവിൽ ഡോക്ടർ അച്ചാമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ്. ലണ്ടനിലെയും മറ്റ് പ്രദേശങ്ങളിലെയും മലയാളി ഡോക്ടർമാരുടെ കൂട്ടായ്മകൾ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായങ്ങളും മറ്റു പിന്തുണകളും നൽകാൻ രംഗത്തുണ്ട്. ഇറാൻ യുദ്ധം കാരണം മിഡിൽ ഈസ്റ്റ് വിമാന സർവീസുകൾ വ്യാപകമായി റദ്ദാക്കി ആഗോള എയർലൈനുകൾ. ഇറാൻ യുദ്ധത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് മേഖലയിലുണ്ടായ കടുത്ത സുരക്ഷാ പ്രതിസന്ധിയെ തുടർന്ന് പ്രമുഖ ആഗോള എയർലൈനുകൾ തങ്ങളുടെ വിമാന സർവീസുകൾ വ്യാപകമായി റദ്ദാക്കുകയും റൂട്ടുകൾ പുനഃക്രമീകരിക്കുകയും ചെയ്തു. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ മിഡിൽ ഈസ്റ്റിലെ പ്രധാന വ്യോമപാതകൾ ഒഴിവാക്കിയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ബ്രിട്ടീഷ് എയർവേസ് ദുബായ്, ദോഹ, ടെൽ അവീവ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ഓഗസ്റ്റ് 1 വരെ നീട്ടിവെക്കുകയും ജിദ്ദയിലേക്കുള്ള സർവീസ് സ്ഥിരമായി നിർത്തലാക്കുകയും ചെയ്തു. ലുഫ്താൻസ ഗ്രൂപ്പ്, എയർ ഫ്രാൻസ്, KLM, ഡെൽറ്റ എയർലൈൻസ് എന്നിവയും വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇറാഖ്, ഇറാൻ, സിറിയ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമാതിർത്തി പൂർണ്ണമായും ഒഴിവാക്കാനാണ് എയർലൈനുകളുടെ തീരുമാനം. എയർ കാനഡ, കാത്തെ പസഫിക്, സിംഗപ്പൂർ എയർലൈൻസ് എന്നിവരും ഒക്ടോബർ വരെ തങ്ങളുടെ സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ യാത്രാ തടസ്സങ്ങൾ കാരണം യൂറോപ്യൻ റൂട്ടുകളിലേക്ക് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിച്ചതോടെ ക്വാണ്ടസ് എയർലൈൻസ് പാരീസ്, റോം എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിച്ചു. അതേസമയം ഖത്തർ എയർവേസ് തങ്ങളുടെ അന്താരാഷ്ട്ര ശൃംഖല വിപുലീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിമാനങ്ങൾ റദ്ദാക്കിയത് ആഗോള ബിസിനസ് യാത്രകളെയും വിനോദസഞ്ചാര മേഖലയെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. ജനസംഖ്യ കുറഞ്ഞതോടെ ആകർഷകമായ പദ്ധതികളുമായി വിദേശ രാജ്യങ്ങൾ. മലയാളികൾക്കും കുടിയേറ്റത്തിന് പുതിയ അവസരങ്ങൾ. വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന മലയാളി യുവാക്കൾക്കും കുടുംബങ്ങൾക്കും വലിയ സാമ്പത്തിക ആനുകൂല്യങ്ങളോടെ പുതിയ അവസരങ്ങൾ തുറക്കുന്നു. ജനസംഖ്യ കുറയുകയും ഗ്രാമപ്രദേശങ്ങൾ ശൂന്യമാകുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പുതിയ താമസക്കാരെ ആകർഷിക്കാൻ സ്വിറ്റ്സർലൻഡ് മുതൽ അയർലൻഡ് വരെയുള്ള നിരവധി വിദേശ രാജ്യങ്ങൾ പേ ടു മൂവ് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിലെ അൽബിനൻ എന്ന മനോഹര ഗ്രാമത്തിലേക്ക് താമസം മാറുന്ന 45 വയസ്സിന് താഴെയുള്ള മുതിർന്നവർക്ക് 23,600 പൗണ്ട് വരെയും കുട്ടികൾക്ക് 9,400 പൗണ്ട് വരെയും ധനസഹായം ലഭിക്കും. എന്നാൽ ഇവിടെ കുറഞ്ഞത് 10 വർഷം താമസിക്കണമെന്ന നിബന്ധനയുണ്ട്. സ്റ്റാർട്ടപ്പ് സംരംഭകരെ ലക്ഷ്യമിട്ട് ചിലി സർക്കാർ സാങ്കേതിക മേഖലയിലുള്ളവർക്ക് 74,000 പൗണ്ട് വരെ
ഗ്രാൻറ്റും 2 വർഷത്തെ വർക്ക് വിസയും നൽകുന്നുണ്ട്. ഇറ്റലിയിലെ സാർഡീനിയ ദ്വീപിൽ ജനസംഖ്യ കുറഞ്ഞ ഗ്രാമങ്ങളിൽ വീട് വാങ്ങാനോ പുതുക്കിപ്പണിയാനോ മാറി വരുന്നവർക്ക് 15,000 പൗണ്ട് വരെയാണ് സഹായം. അയർലൻഡിലെ ദ്വീപ് പ്രദേശങ്ങളിലേക്ക് മാറുന്നവർക്ക് പഴയ വീടുകൾ പുതുക്കിപ്പണിയാൻ 70,000 പൗണ്ട് വരെ ലഭിക്കുന്ന പദ്ധതിയും ശ്രദ്ധേയമാണ്. ഗ്രാമീണ വികസനം ലക്ഷ്യമിട്ട് പോർച്ചുഗലും അവിടെ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കോ തൊഴിൽ കരാർ നേടുന്നവർക്കോ 4,300 പൗണ്ട് വരെ സഹായം നൽകുന്നു. IT, ഹെൽത്ത് കെയർ, സ്റ്റാർട്ടപ്പ് മേഖലകളിൽ കഴിവുള്ള മലയാളികൾക്ക് ഈ പദ്ധതികൾ മികച്ച ജീവിത നിലവാരവും പുതിയ വഴികളും തുറന്നു നൽകുന്നതാണ്. ഇറാൻ യുദ്ധം ബ്രിട്ടനെ ചുട്ടുപൊള്ളിക്കുന്നു. ജൂലൈ മുതൽ ഗാർഹിക ഊർജ്ജ ബില്ലുകളിൽ വൻ വർധനവ്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ആഗോള വിപണിയിൽ മൊത്ത വ്യാപാര നിരക്കുകൾ കുതിച്ചുയർന്നതോടെ ജൂലൈ മുതൽ UK ഗാർഹിക ഊർജ്ജ ബില്ലുകളിൽ വൻ വർധനവുണ്ടാകും. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിലെ ദശലക്ഷക്കണക്കിന് വീടുകളെ ബാധിക്കുന്ന പുതിയ പ്രൈസ് ക്യാപ്പ് വിവരങ്ങൾ റെഗുലേറ്ററായ ഓഫ്ജം ബുധനാഴ്ച പുറത്തുവിടും. നിലവിലെ നിരക്കിൽ നിന്നും 13% വർധനവാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇതോടെ സാധാരണക്കാരായ ഒരു കുടുംബത്തിന്റെ വാർഷിക ഗ്യാസ്, വൈദ്യുതി ബില്ലുകളിൽ ശരാശരി 209 പൗണ്ടിന്റെ വർധനവുണ്ടാവുകയും ആകെ ബിൽ 1,850 പൗണ്ടായി ഉയരുകയും ചെയ്യും. നിലവിൽ UK റെക്കോർഡ് ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും തണുപ്പുകാലം എത്തുന്നതോടെ ഈ വിലക്കയറ്റം ജനങ്ങളെ കഠിനമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. യുദ്ധം കാരണം ഹോർമോസ് കടലിടുക്ക് അടച്ചതാണ് ആഗോളതലത്തിൽ ഗ്യാസ് വില 25% വർദ്ധിക്കാൻ കാരണമായത്. ഈ വിലക്കയറ്റം വിതരണക്കാരെയും ഉപഭോക്താക്കളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നു. ശാരീരിക വൈകല്യമുള്ളവർ, പ്രത്യേക മെഡിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരുന്നവർ എന്നിവർക്കാണ് ഇത് കൂടുതൽ തിരിച്ചടിയാവുക. ശൈത്യകാലത്ത് ജനങ്ങൾക്ക് അധിക ഭാരമാകാതിരിക്കാൻ ഏറ്റവും അർഹരായവർക്ക് പ്രത്യേക സാമ്പത്തിക സഹായം നൽകാനുള്ള പദ്ധതികൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. എങ്കിലും ഉപഭോക്താക്കൾ ഊർജ്ജ ഉപയോഗം കുറയ്ക്കാനും കാര്യക്ഷമത കൂട്ടാനും ശ്രദ്ധിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. സീറോ അവർ കരാറുകൾ നിരോധിക്കണം. തൊഴിൽ നിയമ പരിഷ്കരണവുമായി UK സർക്കാർ മുന്നോട്ട്. ബിസിനസ് മേഖലയിൽ നിന്നുള്ള കടുത്ത എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് സീറോ അവർ കരാറുകൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകണമെന്ന് സാമൂഹിക പ്രവർത്തകരും യൂണിയനുകളും ആവശ്യപ്പെട്ടു. പുതിയ തൊഴിൽ നിയമങ്ങൾ ജീവനക്കാരെ നിയമിക്കുന്നതിൽ നിന്ന് കമ്പനികളെ പിന്നോട്ടടിപ്പിക്കുമെന്നും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുമെന്നുമുള്ള വ്യവസായ പ്രമുഖരുടെ വാദങ്ങളെ ചൈൽഡ് പോവർട്ടി ആക്ഷൻ ഗ്രൂപ്പും ട്രേഡ് യൂണിയൻ അംബ്രല്ല ഓർഗനൈസേഷനും ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സംഘടനകൾ തള്ളി. ബിസിനസ് സെക്രട്ടറി പീറ്റർ കയലിന് അയച്ച കത്തിലാണ് സംഘടനകൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. UK നിലവിൽ 1 ദശലക്ഷത്തിലധികം ആളുകൾ ഇത്തരം സീറോ അവർ കരാറുകളിലാണ് ജോലി ചെയ്യുന്നത്. ഓരോ ആഴ്ചയും തങ്ങൾക്ക് എത്ര ശമ്പളം ലഭിക്കുമെന്നോ എത്ര മണിക്കൂർ ജോലി ഉണ്ടാകുമെന്നോ കൃത്യമായി ഉറപ്പില്ലാത്തതാണ് ഇവരുടെ ജീവിതത്തെയും കുട്ടികളുടെ പരിചരണത്തെയും ബാധിക്കുന്നത്. ഇതുകൂടാതെ ലോണുകളോ ഭവന വായ്പകളോ ലഭിക്കാനും ഇവർക്ക് ബുദ്ധിമുട്ടുന്നു. എന്നാൽ റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ക്രിസ്മസ് പോലുള്ള പ്രത്യേക സമയങ്ങളിൽ കൂടുതൽ ജീവനക്കാരെയും സാധാരണ സമയങ്ങളിൽ കുറഞ്ഞ ജീവനക്കാരെ ആവശ്യമുള്ളതിനാൽ ഈ നിരോധനം തങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്ന് നെക്സ്റ്റ് പോലുള്ള കമ്പനികൾ വാദിക്കുന്നു. എങ്കിലും ജീവനക്കാർക്ക് കൃത്യമായ വേതനവും ജോലി സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ പുതിയ എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ആക്ടിലൂടെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സർക്കാർ വക്താവ് വ്യക്തമാക്കിയത്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.